നല്ലൊരു താടിയായിരുന്നു. ദേ ഇപ്പൊ താറാമുട്ട തൊട്ട് വിളിച്ച പോലെയായി. ദേ ഇത്രയും നീട്ടി വളർത്തിയ കാശ് എത്രയെന്നറിയോ? താടി വടിച്ചു വിറ്റാ കാശ് കിട്ടുമോ? വടിച്ചു വിറ്റാ കാശ് പോകും, വടിക്കണ കാശ്. ദേ ഇത്ര നീട്ടി വളർത്തി ഇതുപോലെ കാവ്യ കൊടുത്ത് രുദ്രാക്ഷം കഴുത്തിലിട്ട് കൈ നീട്ടിയ കാശ. അത് ശരി. പിന്നെന്താ സ്വാമി വേലായുധ വളർത്താത്ത? ഞാൻ വളർത്തണ്ടല്ലോ, 10-26 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എവിടെ? ഇത് വേണ്ടത്. ഏതായാലും താടിയും വളർത്തി ഈ കാവ്യ കൊടുത്ത് തെണ്ടി തിന്നാൻ എനിക്ക് ഉദ്ദേശമില്ല. അമ്മ എന്നെ കണ്ടിട്ട് 10-20 വർഷമായി. താടിയൊക്കെ വളർത്തി ചെന്നാ ചിലപ്പോ കണ്ടാ തിരിച്ചറിയില്ല. അപ്പോ ഇനി ഇങ്ങനെ ഇല്ല? ഇല്ല, നാട്ടിൽ തന്നെ കൂടണം. ഗുരുവായൂർ അമ്പലത്തിന്റെ ഏത് ഭാഗത്താ വീടെന്ന് പറഞ്ഞേ? എന്തിനാ? ഇടയ്ക്കിടയ്ക്ക് സ്വാമി വേലായുധം അങ്ങോട്ട് ഇറങ്ങാം, ഗുരുവായൂരപ്പനെ തൊഴുകയും ചെയ്യാം, പിന്നെ വിശ്വാന്റെ വീട്ടിലെ 1-2 മാസം തങ്ങുകയും ചെയ്യാമല്ലോ. പോവുകയാണെന്നറിഞ്ഞു. അതെ, വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാം, ഞാൻ വരും. വീട്ടിലെ അഡ്രസ് അവിടെ ചെന്നിട്ട് ഞാൻ അറിയിക്കാം. അതിൻ്റെ ആവശ്യമില്ല. ഇനി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട. ഇപ്പം തന്നെ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ വേണ്ടാത്തൊക്കെ കേൾക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഇനി ഇങ്ങോട്ട് വരരുത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ. പിന്നെ എൻ്റെ ഏട്ടൻ്റെ പാസ്പോർട്ട് സാധനങ്ങളും എനിക്ക് വേണം. ഇനി അതല്ലേ ബാക്കിയുള്ളൂ. ഞാനിപ്പോൾ എടുത്തു തരാം. ഇപ്പം വേണ്ട. ഇപ്പോ അത് കണ്ട ഞാൻ പൊട്ടിപ്പോ. ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. പോണതിന് മുമ്പ് ഞാൻ പറയാം മുത്തശ്ശനോട്. വേണ്ട. ഏട്ടൻ വരുമെന്നും ഒരു നല്ല കാലം ഉണ്ടാവുമെന്നും വിചാരിച്ചിരിക്കണവരെല്ലാരും. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഭാനു മാത്രമല്ല, മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കണ്ടേ? അത് സാരമില്ല. അങ്ങനെ ജീവിച്ച് ജീവിച്ച് ഒരു ശീലായി. വേലുമാമന്റെ വീട്ടില് തെക്കേ മുറിയിൽ ഒരു ഓട്ടുകല ഉരുളിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് വെച്ചാൽ മതി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മനസ്സൊന്ന് തണുക്കുമ്പോൾ ഞാൻ എടുത്തോണ്ട് വന്നോളാം. പോകുമ്പോ യാത്ര പറയാൻ എനിക്ക് അവിടെ നിന്ന് വരാമല്ലോ അല്ലേ? മുത്തശ്ശിയോട് രാജിയോടും ഒക്കെ വരില്ല എന്ന് പറയണ്ട. നിങ്ങൾ പോണത് അവർക്കൊക്കെ വലിയ സങ്കടമാണ്. വെറുതെ വിചാരിച്ചോട്ടെ ഇനി വരുമെന്ന്. അതിന് അമ്മ എത്ര വിഷമിക്കണത് എന്തിനാ? ഇയാൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകൂടെ? ഗുരുവായൂരൊക്കെ ഞാൻ സാധാരണ വഴിപാടിന് പോകാറുള്ളതാ. വാനേച്ചി സമ്മതിച്ചു വാങ്ങിക്കോളാൻ. ഒരെണ്ണം അവൾക്കുള്ളതല്ലേ, അവളുടെ കൊടുത്താ മതി. ഇത് രണ്ടും സുമക്കിരുന്നോട്ടെ. അപ്പോ എന്റെ പുതപ്പോ? ഭാനു ഒന്നും പറയില്ലല്ലോ അല്ലേ? ഏയ്, ഞാൻ പറഞ്ഞു. അപ്പൊ ശരി, ഇനി യാത്രയില്ല. എല്ലാവരോടും ഞാൻ ഇറങ്ങട്ടെ. മുത്തശ്ശി, ഞാൻ തിരിച്ചു വരും മുത്തശ്ശി. ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസം ജീവിക്കാൻ എനിക്ക് തോന്നിയത് മറക്കില്ല. ഞാൻ വരും മുത്തശ്ശി.
പോട്ടെ സ്വാമി വേലായുധ. അമ്മയെ എല്ലാവരും കുറ്റം പറഞ്ഞു. ഇപ്പോ മനസ്സിനൊരു വിഷമം. ഈ ബസ് എന്തിനാ ഇപ്പൊ വന്നേന്ന് തോന്നുന്നു. അല്ലെങ്കിൽ 1 മണിക്കൂർ കാത്തു നരം വരില്ല. ചേട്ടൻ പോരണുണ്ടോ? പഴങ്കഥ പറയാൻ കണ്ട നേരെ. പോട്ടെ. ആ പോട്ടെ പോട്ടെ. പോറായ്. ആരാ? എന്താ വേണ്ടേ? ഞാൻ കുറെ ദൂരെന്നാ. വിശ്വം ഇവിടെയാണോ താമസം? ഇതെന്താ സത്രോ വരണവർക്കും പോണവർക്കും താമസിക്കാൻ? അല്ല, ചോദിച്ചപ്പോ ചിലരൊക്കെ പറഞ്ഞേ. എന്നാലും പറഞ്ഞവരുടെ വീട്ടിലാ. അതെവിടെയാണാവോ? അയാൾ ഇവിടെയൊന്നും ഇല്ല. അയാളുടെ വീട്ടിൽ പോയി ഗുരുവായൂരം കണ്ട്. എവിടെ? ഗുരുവായൂരോ? ആ എനിക്കറിയില്ല, പോയി അന്വേഷിക്ക്. ഓരോ സാധനങ്ങൾ വന്ന് കേറി. ഒരു ഗ്ലാസ് വെള്ളമായിക്കോട്ടെ. കുന്നത്തെ യശോദ ഇപ്പോഴും ഇവിടെ തന്നെയല്ലേ താമസം? യശോദ ടീച്ചറല്ലേ? അതെ. അതെ, ഈ വളവ് തിരിഞ്ഞ് 4ാമത്തെ വീടാ. പഴയ വീട് തന്നെയല്ലേ? അതെ. എവിടുന്നാ? കുറച്ച് ദൂരെന്നാ. ദൂരെന്ന് വെച്ചാ? ബോംബെന്ന്. ഞാൻ കാട്ടിത്തരാം. ഞാൻ ആ വഴിക്കാ. ആ. ടീച്ചർ ആരാ? ഒരു ബന്ധുവാ. അല്ലേ, ആദ്യത്തെ കല്യാണത്തിൽ ഒരു മകണ്ടായിരുന്നു. അയാളാണോന്ന് സംശയിച്ചു. അയാളും ബോംബെയിലാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 10-20 കൊല്ലം മുമ്പ് പോയതാ. ഈ ടീച്ചർ ആദ്യത്തെ ഭർത്താവ് മരിച്ചതാ. അതിലുണ്ടായതാ മഹാനിഷേധിയായിട്ടൊരു ചെക്കൻ. 2ാമത് വൈക്കത്തുകാരൻ ഗോപാലൻ നായരാ കെട്ടിയത്. നല്ലൊരു മനുഷ്യൻ. ഈ പയ്യന് അയാളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഒരു ദിവസം എന്തോ കുസൃതി കാണിച്ചതിന് അയാള് 2 പൊട്ടിച്ചു. കൈ കിട്ടിയ വെട്ടുകത്തിക്കൊണ്ട് ഒരു ഒറ്റ വെട്ടാ ചെക്കൻ. ചാവുന്ന് വിചാരിച്ച് ചത്തില്ല. ഇപ്പോഴുണ്ടോ? ആര്? ഗോപാലൻ നായരോ? ആള് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ എന്താ കാര്യം? ദേ, കഴുത്തിന് ഇവിടെയാ വെട്ട്. ഒരു ഭാഗം സ്വാധീനമില്ല. മതി. ഇതും കൂടി കുടിക്കൂ. വേണ്ട, ചത്ത് കിട്ടിയാ മതി. മടുത്തു. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കണത്? തന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലടോ. തൻ്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ കാണുമ്പോ എത്ര കൊല്ലമായടോ ഈ കിടപ്പ. കണ്ടോ? സത്യം. ആരാ? അയ്യോ, എന്താ ഇത്? ഞാൻ തന്നെ. അരിക്കുട്ടനാണോ? ആരാണെന്ന് മനസ്സിലായോ? ചത്തിട്ടില്ല. അതറിഞ്ഞിട്ട്
കൊല്ലാനാണോ വന്നത്? അമ്മേ, എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്കിങ്ങനെ ഒരു മകനില്ല. ഞാൻ മറന്നുവെല്ലാം. എനിക്ക് വേണ്ട. യശോദേ, ആരാ അത്? ആരോ വഴിതെറ്റി വന്നതാ. വർഷമായി ആ മുറിയിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഒരു ജീവിതകാലം മുഴുവൻ ഒരു കട്ടിലിൽ. എന്റെ ജീവിതം അത് നീ തകർത്തു. എന്നിട്ടിപ്പോ എന്തിനു വന്നു? അമ്മേ, വിവരവും വിവേകവും ഇല്ലാത്തൊരു പ്രായത്തില് അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റ്. അമ്മ മാത്രമുള്ള ഒരു കുട്ടി, ആ സ്നേഹം പലർക്കായിട്ട് പോണത് കണ്ടപ്പോ ഭ്രാന്ത് പിടിച്ചു പോയൊരു കുട്ടി. കുട്ടി സാധാരണ ഒരു കുട്ടി ചെയ്യണ കാര്യമാണോ നീ ചെയ്തത്? വേണ്ട, ഇനിയൊന്നും പറയണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. നിന്നോട് എനിക്ക് വെറുപ്പൊന്നുമില്ല. പാതി ചത്ത് കട്ടിലേക്ക് കിടക്കുന്ന ആ മനുഷ്യനോട് ഇത്തിരി ദയ കാട്ടണം. അതിനെങ്കിലും എന്നെ അനുവദിക്കണം. അമ്മ പറഞ്ഞോളൂ, ഞാൻ എന്ത് ചെയ്യണം? എന്ത് പ്രായച്ചിത്വം ചെയ്യാം? ആത്മഹത്യ വരെ. അതെന്തിനാ? നീ നിന്റെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിച്ചോളൂ. 10-20 വർഷമായിട്ട് എനിക്ക് നീയും നിനക്ക് ഞാനും ഉണ്ടായില്ലല്ലോ. ഇനി അത് വേണ്ട. കുറ്റബോധം കൊണ്ടാണ് അമ്മേ ഞാൻ. എന്നെ ഉപേക്ഷിക്കരുത്. ഇപ്പൊ നിന്നേക്കാൾ വലുത് എനിക്ക് ആ മനുഷ്യന്. പാതി കൊന്നിട്ട് പോയ നിന്നോട് അദ്ദേഹം പൊറുക്കൂ? സ്നേഹം പോണെന്ന് പറഞ്ഞ് ഇനി നീ കൊല്ലൂല്ല എന്നെന്താ ഉറപ്പ്? മതി അമ്മേ, സന്തോഷായി. അമ്മേനെ അത് തൊട്ടല്ലോ, അത് മതി. ഈ ജന്മം അത് മതി.